ഹായ്, ഗുഡ് മോർണിംഗ്. എല്ലാവരും ചായയൊക്കെ കുടിച്ചോ? എല്ലാവർക്കും സുഖമാണോ? ഞാൻ ചായയൊക്കെ കുടിച്ചു കേട്ടോ. രാവിലത്തെ ജോലിയൊക്കെ കുറേയൊക്കെ തീർത്തു. എന്നിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് വന്നതാ. കുറച്ച് നേരം നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയിട്ട്. എല്ലാവർക്കും തോന്നുന്നുണ്ടോ അവൾ രാവിലെ ഇറങ്ങിയിട്ടുണ്ടോ ബോറടിപ്പിക്കാന്ന്? ശല്യം തോന്നുന്നുണ്ടോ? ഇല്ലല്ലോ. നമുക്കിങ്ങനെയൊക്കെ സംസാരിച്ച് പോകാമെന്നേ. അല്ല, എനിക്കൊരു കൂട്ട് വേണ്ടേ? നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ കണ്ടാൽ മതി. ഒരുപാട് സമയമൊന്നും ദീർഘിപ്പിക്കുന്നില്ല. എന്നു വെച്ചെന്നാൽ എല്ലാവരും ഇപ്പം തിരക്കുള്ള സമയമാണ്. ആർക്കും ഒന്നും കാണാനുള്ള സമയമൊന്നുമില്ല. എന്നാലും കിട്ടുന്ന സമയം ഒന്ന് കാണാമല്ലോ, അല്ലേ? കുറച്ച് നേരമൊക്കെ സംസാരിക്കാം. ആരും കമൻ്റ് ഇടുന്നില്ല, അതുകൊണ്ട് മറുപടി പറയാനും പറ്റില്ല. കമൻ്റ് ഇട്ടാൽ മാത്രമല്ലേ സംസാരിച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആരും കമൻ്റൊന്നും വരുന്നില്ല. പിന്നെ യൂട്യൂബിൽ ഞാൻ കണ്ടു കേട്ടോ, സബ്സ്ക്രൈബ് ഒന്നും ചോദിച്ചു വാങ്ങരുത്. ചോദിച്ചു വാങ്ങാൻ യൂട്യൂബ് അത് കട്ട് ചെയ്യുമെന്ന്. അത് കേട്ടേ പിന്നെ അത് ഞാനിപ്പോൾ ചോദിക്കാനും മടിയാണ്. അപ്പോൾ ഇഷ്ടമുള്ളവർ ചെയ്യട്ടെ. നമ്മുടെ എന്താ പറയുക, നമ്മളെ സഹായിക്കാൻ. ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഇന്ന് കാണുന്നവരെ നാളെ കാണുന്നില്ല. അപ്പോൾ എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്യാൻ ഈ രീതിയിലാണ്, ഈ രീതിയിൽ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ അതൊരു പുണ്യമല്ലേ. എനിക്കാണെങ്കിൽ അത് ഒത്തിരി ഒരു നല്ലൊരു വഴിത്തിരിവാകുകയും ചെയ്യും. എനിക്ക് ഇപ്പോൾ എല്ലാ വഴികളും അടഞ്ഞിരിക്കുന്ന ഒരു സമയമാണ്. മോന് ജോലിക്ക് പോകാനും പറ്റില്ല. സാഹചര്യങ്ങളെല്ലാം പൊട്ടിയാണ്. ഇനി ആവർത്തിച്ചതൊന്നും പറയുന്നില്ല. അത് കാരണം എല്ലാവരും സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ എനിക്കതൊരു വലിയ കാര്യമാണ്. അതായിട്ടാണ് ഞാൻ കാണുന്നത്. പിന്നെ എനിക്ക് നിങ്ങളോടൊക്കെ സംസാരിച്ചിരിക്കുമ്പോൾ അത്രയും സമയം എനിക്ക് പോയി കിട്ടുമല്ലോ. അത് എല്ലാവരും ഓർക്കുന്നുണ്ടോ? ഇനി ഇതിനകത്ത് തന്നെ ഇരിക്കണ്ടല്ലോ, ജോലിക്ക് പോകത്തില്ലേന്ന്. അത് ഞാൻ പറയാം കേട്ടോ. എനിക്ക് ജോലി അങ്ങനെ ചെയ്യാനൊന്നും പറ്റാത്ത ഒരാളാണ്. എന്താണെന്ന് വെച്ചാൽ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നത് അവിടെ വെച്ചൊന്ന് വീണ് കാലിൻ്റെ ലിഗമെൻ്റ് പൊട്ടി. മോൻ പഠിക്കുന്ന സമയമായതുകൊണ്ട് അതൊന്നും ചികിത്സിക്കായിട്ട് പറ്റിയില്ല. ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റിയില്ല. എന്നാലും ഞങ്ങൾ ചാലക്കുടി നല്ലൊരു ആസ്പത്രിയിലൊക്കെ പോയി. അപ്പോഴത്തേനും അതിൻ്റെ സമയം കഴിഞ്ഞു. പിന്നെ ഒരു ഓപ്പറേഷൻ, അതിനൊന്നും എനിക്ക് പറ്റാത്തതുകൊണ്ട് അതൊന്നും ചെയ്തില്ല. പിന്നെ കുറച്ച് ആയുർവേദമൊക്കെ ചെയ്ത് ഇപ്പോൾ എണീറ്റ് നടക്കാം. ഇങ്ങനെ ഒരു സ്ഥലത്ത് പോയി ജോലി ചെയ്ത് നിൽക്കാനൊന്നും പറ്റില്ല. പെട്ടെന്ന് നീര് കയറും. അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ തന്നെ ആരോഗ്യത്തെ അങ്ങനെയുണ്ട്, പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എല്ലാം ഒന്നും ഇങ്ങനെ പറയുന്നില്ല. അപ്പോൾ ഈ മോൻ എന്നെ വിട്ടിരുന്നില്ല. പിന്നെ ഞാൻ ഒരു 3-4 മാസം തളർന്നിങ്ങനെ കാലിന് വയ്യാണ്ടൊക്കെ തളർന്ന് ഇങ്ങനെ കിടക്കുകയൊക്കെ ചെയ്ത ഒരാളാണ്. പിന്നെ അതുകൊണ്ടാണ് കേട്ടോ ജോലിക്ക് പോകാത്തത്. വേറെ ഒന്നും ആയിട്ടല്ല, അസ്വസ്ഥതകളുണ്ട്. ഇനി ഓരോന്നും പറഞ്ഞ് നീണ്ടു പോകുന്നില്ല. ഓക്കെ, എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശരി കേട്ടോ. ഓക്കെ, നാളെ കാണാം.